ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. പച്ചടി ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് നമ്മുടെ പച്ചടി. ഇന്ന് നമ്മുടെ കിച്ചണിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് വെണ്ടക്കായം കൊണ്ട് ഒരു അടിപൊളി പച്ചടി തയ്യാറാക്കിയാലോ? വ്യത്യസ്തമായിട്ട് രീതിയിൽ തയ്യാറാക്കിയ ഈ ഒരു പച്ചടിയുടെ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കുക. അപ്പോൾ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/4 കിലോ നമ്മുടെ വെണ്ടക്കായ എടുത്ത് അത് തീരെ നൈസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ ഇതൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിക്കൊത്താണ്, നമ്മുടെ ഹോൾ കൊറിയൻഡർ സീഡ്സ് ഇല്ലേ, മല്ലിക്കൊത്ത്, അതാണ് വേണ്ടിയത്. 1/4 ടീസ്പൂണ് ഉലുവ വേണം. അതിനുശേഷം നമുക്ക് ഒരു 5-6 വത്തലമുളകും 1 ടീസ്പൂണ് ജീരകവും കൂടെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളിക്ക ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു പീസ്, ചെറിയ പീസ് നമ്മുടെ പുളിയും കൂടെ, വാളം പുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലോട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വത്തലമുളക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പ് ആവുന്നിടം വരെ റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇനി ഇത് സെയിം പാനിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും ഉലുവായും ജീരകവും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ലൈറ്റായിട്ട് ഗോൾഡൻ ഷെയ്ഡ് ആവും. ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതിന് ശേഷം അതേ സെയിം കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നമുക്കിതിലോട്ട് ഓയിൽ ചേർക്കാം. ഓയിൽ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന വെണ്ടക്കായും കൂടെ ആഡ് ചെയ്യാം. വെണ്ടക്കായ എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു ലൈറ്റായിട്ടൊരു ക്രിസ്പ്, അധികം ക്രിസ്പല്ല, നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന ആ ഒരു ക്രിസ്പിനെസ് വേണ്ട, ലൈറ്റായിട്ടൊന്ന് വെന്ത് കിട്ടാൽ മതി. ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 2-3 തവണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, ഈ ഒരു സ്റ്റേജ് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ വെണ്ടക്കായ എല്ലാം നമ്മുടെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇനി ഇതേ സെയിം പാനിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ കടുക് ചേർക്കാം. കടുക് നിങ്ങൾ ജീരകം പൊട്ടിക്കുന്ന ആ ഒരു സമയത്ത് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കടുക് ചേർത്തിട്ടുണ്ട് 1 ടീസ്പൂണ്. അതിലോട്ട് നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന തക്കാളിക്കായും വാളംപുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്കാവുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇത് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ആ ഒരു തക്കാളിക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വരട്ടെ. 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നമ്മുടെ തക്കാളിക്ക് ഏകദേശം ഒന്ന് വെന്ത് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യാനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, നമ്മുടെ തക്കാളിക്കെല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ വകയെല്ലാം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ഞാൻ നമ്മളെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന, അതായത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയും ഉലുവായും ജീരകവും വത്തലമുളകും കൂടെ നമ്മൾ മിക്സി ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് ഒന്ന് കോഴ്സ്ലി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന, അതായത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കായും വെളുത്തുള്ളിയും വാളംപുളിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായും കൂടെ നമ്മുടെ ഈ ഒരു മിക്സി ജാറിലോട്ട് ആഡ് ചെയ്യാം. വെണ്ടയ്ക്കയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് കോഴ്സ്ലി നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നല്ല കോഴ്സ് ടെക്സ്ചറായിട്ട് നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്കിതിന് വേണ്ടിയിട്ട് കടുക് താളിക്കാം. അതിനായി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് നമ്മുടെ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ജീരകം കൂടെ ആഡ് ചെയ്യാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു വത്തലമുളക് ഞുറുക്കിയത് അതും കൂടെ ആഡ് ചെയ്ത് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ നമ്മുടെ കടുക് താളിച്ച് കഴിഞ്ഞു. ഇനി ഈ ഒരു കടുക് താളിച്ചത് നമ്മുടെ ആ ഒരു വെണ്ടക്കായ മിശ്രിതത്തിലോട്ട് ആഡ് ചെയ്യാം. ഈ വക എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്താ നോക്കിക്കോളും, നമ്മുടെ അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയ നമ്മുടെ പച്ചടി, വെണ്ടക്കായ പച്ചടി ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലോട്ട് കുറച്ച് വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പപ്പടമില്ലേ, റവ പപ്പടം, അതും കൂടെ ഞാൻ ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, അതായത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ വെണ്ടക്കായ പച്ചടിയും കൂടെ നമ്മുടെ ചോറിലോട്ട് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുക. ആ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം വെണ്ടക്കായ പച്ചടിയും കൂടെ ഈ ഒരു നെയ്യുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ ഒരു കറി മാത്രം, അതായത് ഈ ഒരു പച്ചടി മാത്രം മതി, നമുക്ക് ധാരാളം ചോറുണ്ണാം. ആ ഒരു പപ്പടവും കൂടെ, തയ്യാറാക്കിയ പപ്പടവും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു പിടിച്ചാലുണ്ടല്ലോ, ഒന്നും പറയാനില്ല കേട്ടോ, ധാരാളം ചോറുണ്ട് പോകും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. വാവ്, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു പിടി പിടിക്കാൻ പോവാണ്. ഈ ചോറെല്ലാം ധാരാളം ഒത്തത്തോടെ ഞാൻ കഴിച്ച് തീർക്കാൻ പോവാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളും പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഞാനിതൊന്ന് വേഗം ഒന്ന് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.